നീ വരുന്ന വിവരം അറിയിച്ചിരുന്നെങ്കിൽ വാതിൽ ഞാൻ തുറന്നിടുവായിരുന്നല്ലോടാ. ഇത് തള്ളി തുറന്നു കയറണമായിരുന്നോ നീ? അമ്മ എന്തിനാ എന്റെ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തേ? എന്നെ ഇനി ഈ മുറി കയറ്റരുതെന്ന് അമ്മ തീരുമാനിച്ചു അല്ലേ? അതേടാ, നീ അവളുമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ മുറിയിൽ എന്നല്ല, ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എങ്കിൽ പിന്നെ അമ്മ ആ ഗേറ്റ് കൂടെ താഴിട്ടങ്ങ് പൂട്ട്. ഡിവോഴ്സ് വിധിയാവുന്നത് വരെ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും എന്നെ അന്വേഷിച്ച് ഇവിടെ വരാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അവകാശം പറഞ്ഞ് അവളിക്ക് വരട്ടടാ, അത് ഞാൻ അപ്പം നോക്കിക്കോളാം. ഇന്ദ്ര, എനിക്കറിയേണ്ടത് നിനക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടോന്നാ. അമ്മയുടെ സമ്മതത്തോടെ എനിക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ട്. നേറികെട്ടവനെ, നോണം ഉണ്ടോ എന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ പറയാൻ? എന്റെ കൂടെ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടിച്ച സുകുമാരിയെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത്ര നാണിക്കാൻ എന്റെ സ്വന്തം ഭാര്യയും മകനെയും കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യമാണ്. എടാ, എന്നു മുതലാണ് അവള് നിനക്ക് വീണ്ടും സ്വന്തമായത്? അവളുമായിട്ട് ഡിവോഴ്സ് ആയ ഉടനെ സച്ചി സാറിന്റെ മകളെ കല്യാണം കഴിക്കാമെന്ന് നീ അങ്ങേർക്ക് വാക്ക് കൊടുത്തല്ലേടാ? ഞാൻ ആർക്കും അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടില്ല. ചിലപ്പോ അമ്മ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ നീ എന്നെ കരുതിക്കുട്ടി ചതിക്കായിരുന്നു അല്ലടാ? സച്ചി സാറിന്റെ കുടുംബത്തിന്റെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കൂടാ? ദേ, നിന്നെ കാണിച്ച സച്ചി സാറിന്റെ കയ്യിൽ നിന്നും 15 ലക്ഷം രൂപ അവര് പഠിക്കാൻ വാങ്ങിയത്. ആ സമയത്ത് സച്ചി സാറിന്റെ ബന്ധുവാകാൻ നിനക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്താടാ നിനക്ക് പറ്റിയത്? എന്ത് കൈവശോടാ മൂദേവി നിനക്ക് തന്നേ? അമ്മ അനുവിന്റെ കാര്യം വിട്. സച്ചി സാറിന് കൊടുക്കാനുള്ള 15 ലക്ഷത്തിന്റെ ബാധ്യത ഞാൻ ഏറ്റെടുത്താ പോരെ? അങ്ങനെ ചുമ്മാ ഏറ്റെടുത്തോളെന്ന് പറഞ്ഞാ പോരാ. ഇപ്പൊ നീ എന്റെ കൂടെ സച്ചി സാറിന്റെ വീട്ടിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഉണ്ടാക്കിയിരിക്കണം ഇന്ദ്ര. അമ്മേ, 15 ലക്ഷം രൂപയ്ക്ക് സച്ചി സാർ തന്ന കാലാവധി ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. അതിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാ പോരെ? പോരാ. ഇവനിനി എപ്പോഴാ പഴയ മൂശാട്ടിയോടൊപ്പം പോയി പൊറുക്കുന്നതെന്ന് അറിയില്ലല്ലോ. എനിക്ക് ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണം. ശരി, സച്ചി സാറിന്റെ വീട്ടിൽ പോവാൻ അമ്മ റെഡിയായിക്കും. ഞാനും ഉടനെ ഇറങ്ങാം. നീ ചെല്ല്, ഒന്ന് പുറത്തേക്ക് ചെല്ല്. അമ്മ ചെല്ല്. പോ അമ്മ ചെല്ല്, ഇറങ്ങ് പോ.